ഈ ചെറിയ വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ താമസിക്കേണ്ട വൃദ്ധയായ പെണ്ണുങ്ങൾ, നല്ല പ്രായമുണ്ട്. ആ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ എന്താ സംഭവം? അതെൻ്റെ മോനായിരുന്നു. ഞാൻ എന്ത് ഉപദേശിക്കുമ്പോഴും അവൻ പറയും, ഒന്ന് നിങ്ങളെ കഴുതപ്പാട്ടൊന്ന് നിർത്തോ. വരുമ്പം തന്നെ കോളേജിൽ നിന്ന് വരുമ്പം തന്നെ തുടങ്ങും, നിസ്കരിച്ചാ എവിടുന്നാ നിസ്കരിച്ചത്, നീ ആരെപ്പര പോയത്, നീ ഇന്ന് ലുഹ്റ് നിസ്കരിച്ച, ഒന്ന് അനങ്ങാണ്ടിക്കോ. ബാക്കിയുള്ള വീട്ടിലെല്ലാം കുട്ടികൾക്ക് എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ട്, ഇവിടെ ഫുള്ള് ജയിലാന്നല്ല എന്നതാണല്ലോ പുതിയ കുട്ടികളുടെ ഡയലോഗ്. ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എനിക്ക് ആരാണ് പെണ്ണ് വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്തിട്ട് ഉപ്പൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതി. നീ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. അപ്പൊ ഉപ്പയും ഉമ്മയോ? മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ ഇണയെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഉസ്താദേ. അപ്പൊ ഉപ്പയും ഉമ്മയും അവരൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ഇടമോളെ കുറച്ച് നേരത്തെ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ. എപ്പോ ഉസ്താദേ? കുറച്ച് നേരത്തെ. അതെപ്പോഴാ? ജസ്റ്റ് ബിഫോർ 80 years എന്ന് പറഞ്ഞാൽ 18 കൊല്ലം മുമ്പ് നിന്നെ പ്രസവിച്ച ഉടനെ നീ ബെഡ്മേൽ വീണു. അന്നേരായിട്ട് നീ മൈ ലൈഫ് ഇസ് മൈ ചോയ്സ്. ഉമ്മ പ്രസവിച്ചില്ലേ, ഇനി എന്നാ ഉമ്മ നോക്കണ്ട, അന്നേ പറയലല്ലേ. എന്താ ഇപ്പോഴൊരു ഡയലോഗ്? എന്താ അന്ന് പറയാതിരുന്നത്? ഇന്ന് നീ അമ്മിനിപ്പാലും കുടിച്ച് പല്ല് വളർന്ന് നാവ് നീണ്ടു, കയ്യും കാലൊക്കെ വലുതായി, ഇൻസ്റ്റയും റീൽസും സ്നാപ്പ് ചാറ്റിങ്ങും ഒറ്റക്ക് പറയാനും ഉപയോഗിക്കാനും പഠിച്ചു കഴിഞ്ഞ് ഇനി ഉപ്പാനും ഉമ്മാനും ആവശ്യമില്ലല്ലേ. ഇങ്ങനത്തെ ഒരു ഡയലോഗ് പഴയ കാലത്തുണ്ടായിരുന്നു. ഒന്ന് കഴുതപ്പാട്ട് നിർത്തോ. എനിക്കത് നല്ല വിഷമായി. ഈ വയസ്സായ ഉമ്മ പറയാ. ഞാൻ പറഞ്ഞു, അന്തടി മാറും, നീയാണ് കഴുത. എൻ്റെ മോന് മരണപ്പെട്ടു. എല്ലാ വൈകുന്നേരവും ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കഴുതൻ്റെ മുഖമായിട്ട് കഴുതൻ്റെ സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് താഴേക്ക് തന്നെ പോക്കാണ് പരിപാടി. ഏത് തെറ്റും അള്ള ഒരുവിധം പുറത്തു തരും, അള്ള ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ ശിക്ഷ ആഖിറത്തിലേക്ക് വെക്കും. ഉപ്പാനും ഉമ്മാനും തൊട്ട് കളിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും. ഹാക്കിം ഇമാമിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നതാണ്.